സ്വർഗത്തിലെ അപ്പിച്ച ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പാ ഈ സൂമിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിനെ കർത്താവിന്റെ തൃക്കരത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ആന്റിക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ, ആന്റി വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ജയമായി തീർക്കണമേ. കർത്താവ്, ചെറുതും വലുതുമായി സകല വിഷയത്തെയും ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഓരോരുത്തരെയും കൂട്ടി വരുത്തണമേ. ഹല്ലേലൂയ എന്ന് പാടുന്ന തന്റെ കുഞ്ഞുങ്ങൾക്കായി മാതാവിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ലീഡിയെ അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം വായിക്കുന്ന പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. മെസ്സേജ് പറയുന്ന അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരം ചലിക്കുമാറാകണം, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കുമാറാകണം. കർത്താവേ, യേശുപിജ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് പുകഴുവാനും പ്രശംസിപ്പാനും ഒന്നുമില്ല, ദൈവത്തിന്റെ ആ കൃപയും സാന്നിധ്യവും മാത്രമേ ഉള്ളൂ. കർത്താവേ, യേശുപിജ, ഞങ്ങളുടെ നടപ്പിലെ ഇരപ്പിലെ പ്രവൃത്തിയിലെ ചിന്തയിലെ നോട്ടത്തിലെ കൊടുക്കുവാങ്കിൽ ഞങ്ങളുടെ കുറവശങ്ങളൊന്നും പ്രാർത്ഥനയ്ക്ക് കണക്കിടരുതേ. അനേകരെ കൂട്ടി വരുത്തി കർത്താവെ ഒരു വലിയ വിടുതലാക്കി തീർക്കണം. പരിശുദ്ധാത്മാവെ, അങ്ങ് ഹല്ലേലൂയ നിയന്ത്രിക്കുമാറാകണം. മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നുന്നതല്ല പരിശുദ്ധാത്മാവെ, അങ്ങയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നെറ്റിനെതിരായി ഹല്ലേലൂയ തടസ്സമായി നിൽക്കുന്ന സകല പ്രതികൂലത്തെ ശാസിക്കുന്നു. ജനങ്ങളെ കൂട്ടിവരുത്താതെ തടയപ്പെട്ട മേഖലകൾ പൊട്ടിമാറട്ടെ. ശത്രുവിന്റെ സകല പദ്ധതികളെയും പൊളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതൊരു മഹത്വമാക്കി തീർക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുമാറിലേക്ക് ചാരുന്നു. തെറ്റുകൂടാതെ കർത്താവെ ജീവിപ്പാൻ കൃപ തരണമേ. അങ്ങയുടെ തിരുമാറിൽ ചേർന്ന് ജീവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. അല്പസമയം പാതാന്തികയിരിക്കുന്നു. യേശുപ്പിച്ച പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് മറുപടി തന്നിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് പാട്ട് പാടിക്കൂ അമ്മ. നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. കർത്താവിന് ഈ നല്ല സമയത്തില് എത്രയോ പേര് രോഗത്താലൊക്കെ ദുഃഖത്താൽ ഭാരപ്പെടുന്നു. എങ്കിലും നമ്മളെ കൂട്ടിവരുത്തി ഒന്നിച്ച് കർത്താവിനെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യാനും ദൈവം കൃപ ചെയ്തു. ഇന്ന് നമ്മൾ അനേക ഭാരങ്ങളുമായിട്ടാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. എന്നാല് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ആ ഭാരങ്ങളെ ഇറക്കി വെച്ച് നമുക്ക് ഏക മനസ്സോടെ ഏക സത്യ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവ സാന്നിധ്യത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് ആരാധിക്കാം. നമ്മൾ എണ്ണത്തിൽ കുറവെങ്കിലും ദൈവത്തിന്റെ ആ സാന്നിധ്യം കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പാട്ട് പാടുവാൻ, നല്ല പാട്ടുകൾ പാടി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ആ ഹല്ലേലൂയ മഹത്വം ഇറങ്ങേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടിനായിട്ട് ഹർലെ ബ്ലെസ്സി സിസ്റ്ററിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രികാലം നമുക്ക് പല സ്ഥലങ്ങളിലായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നിന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യാം. അല്പനേരം നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. ഓരോരുത്തരും ഓരോ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. അവിടെ എല്ലാം ഈ ദിവസങ്ങൾ ആന്റി പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മഹത്വ ദിവസങ്ങൾ നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണാൻ പോവുകയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഒരു വചനം ദൈവം എന്നെ ഇപ്പൊ ഓർപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആ ദൈവത്തിന്റെ മഹത്വ ദിവസങ്ങൾ കാണുവാൻ ദൈവം ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതൻ കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതൻ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ,
എന്റെ കയ്യിൽ താരിക നിന്നെ, എന്റെ മഹത്വം കാണുക നീ. എന്റെ കയ്യിൽ താരിക നിന്നെ, എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും കരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും കരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഒരു പാട്ടും കൂടെ നമുക്ക് കൈയടിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികൾ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് തരികിൽ ഒരു സുഖവും ശാന്തിയതും, തരികിൽ ഒരു സുഖവും ശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികൾ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ മനോവേദന പലശോധന പാതിയത്, മനോവേദന പലശോധന പാതിയത്. മറതിടുമ്പോൾ അന്മനാഥനവൻ മവിചാരി ഞാൻ ആശ്വസിക്കും. മറതിടുമ്പോൾ അന്മനാഥനവൻ മവിചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികൾ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ല മതിയായവൻ എന്നെ കാത്തിനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കാത്തിനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികൾ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ മഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ മഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികൾ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ആൻറ്റി Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പാട്ടുകൾ പാടി
ദൈവത്തെ സ്തുതിച്ചു. ബ്ലെസ്സിയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ബ്ലെസ്സിയുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. ഇനി അനേക സ്റ്റേജുകളിൽ കർത്താവിനെ പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരിക്കട്ടെ. ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കിനിയും ആന്റി പാസ്റ്റർ കയറിയോ? പാസ്റ്റർ ഉണ്ടോ? പാസ്റ്റർ കയറിയില്ല. സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുക. അടച്ചാന് പ്രബോധിപ്പിക്കുന്ന 5 മിനിറ്റ് പ്രബോധിപ്പിക്കാൻ പാസ്റ്റർക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക. അതിനാരെയാ ആരോടാ പറഞ്ഞേ? മോനിഷ സിസ്റ്റർ സ്നേഹപൂർവ്വം ഞങ്ങൾ സങ്കീർത്തനം വായിക്കുവാനും പ്രബോധിപ്പിക്കാനും ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 44-ാം സങ്കീർത്തനം. ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവർത്തികൾ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളോട് ചെവികൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി. തങ്ങളുടെ വാൾ കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടുമല്ല. അവർ ജയം നേടിയത് നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരിക്കുന്നുവല്ലോ. ദൈവമേ, നീ എൻ്റെ രാജാവാകുന്നു. യാക്കോബിന് രക്ഷ കൽപ്പിക്കണമേ. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും. ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുന്നില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുന്നതുമില്ല. നീ അത്രേ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത്. ഞങ്ങളെ പകയ്ക്കുന്നവരെ നീ ലജ്ജിച്ചുമിരിക്കുന്നു. ദൈവത്തിൽ ഞങ്ങൾ സത്യം പ്രശംസിക്കുന്നു. നിന്റെ നാമത്തിനു എന്നും സ്തോത്രം ചെയ്യും. ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു, ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. ഞങ്ങളുടെ സൈന്യങ്ങളോട് കൂടെ പുറപ്പെടുന്നതുമില്ല. ഇന്ന് 9 വാക്യങ്ങളാണ് വായിക്കുന്നത്. ഈ 44-ാം സങ്കീർത്തനം കോരേഗ് പുത്രന്മാരുടെ സങ്കീർത്തനമാണ്. അവരിതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവർത്തികൾ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ അത് കേട്ടുമിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ, കോരേഗ് പുത്രന്മാരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് ദൈവം അവരോട് ചെയ്തത് അവരുടെ കുഞ്ഞുങ്ങളോട് കൊച്ചുമക്കളോട് ഈ വിവരത്തെ കുറിച്ച് അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരത് അവരുടെ ചെവി കൊണ്ട് കേട്ടിട്ടുമുണ്ട്. ഇന്നിപ്പം നമ്മളും അതേപോലെ തന്നെ ചെയ്യണമെന്നാണ് നമ്മൾക്കിതിൽ ഓർപ്പിക്കാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ, നമ്മളും എന്ത് നമ്മൾ വായിക്കുന്നുവോ, എന്ത് നമ്മൾ കേൾക്കുന്നുവോ, നമ്മൾ വിശ്വസിച്ച ദൈവത്തെ, നമ്മൾ ആരാധിക്കുന്ന കർത്താവിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്കും നമ്മൾ അതുപോലെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ അതാണ് ഓർപ്പിക്കുന്നത്. 2-ാം വാക്യം, നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി. ആരെയാണ്? ഇസ്രായേൽ മക്കളെ. അന്ന് അവർ ഇസ്രായേൽ മക്കളെ ദൈവം ഓരോ ജാതികളുടെ കയ്യിൽ നിന്നും ഓരോ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവമാണ് അവരെ രക്ഷിച്ച് മറ്റുള്ളവരെ പുറത്താക്കി, ദേശത്തു നിന്നും പുറത്താക്കിക്കൊണ്ട് ഇസ്രായേൽ മക്കളെ അവിടെ നട്ട് വംശങ്ങളെ മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് ഇവരെ പരക്കുമാറാക്കി. ദേശത്തെല്ലാം ഇസ്രായേൽ മക്കളെ പരക്കുമാറാക്കി എന്ന് ഇവിടെ പറയുകയാണ്. 3-ാം വാക്യം, ഞങ്ങളുടെ വാൾ കൊണ്ടല്ല അവർ ദേശത്തെ
കൈവശമാക്കിയത്. അവരുടെ കയ്യിലിരുന്ന വാളും കൊണ്ടോ അവരുടെ മിടുക്കും കൊണ്ടോ അല്ലെന്ന് ഇത് പറയാ, സ്വന്തം ഭുജം കൊണ്ടും അല്ല, അവരുടെ കൈമിടുക്കും കൊണ്ടും അല്ല. ജയം നേടിത്തന്നത് നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും അത്രേ. നിനക്ക് അവരോട് പ്രീതിയും ഉണ്ടായിരുന്നു. അപ്പൊ ഇസ്രായേൽ മക്കളോട് ദൈവത്തിനുണ്ടായ സ്നേഹത്തെക്കുറിച്ച്, അവരോട് ഉണ്ടായ ആ ഒരു സന്തോഷത്തെക്കുറിച്ച്, ദൈവത്തിന് ആ ഇസ്രായേൽ മക്കളുടെ മേലെ എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നിവിടെ കാണിക്കുകയാണ്. അവരത് ഏറ്റു പറയാണ്. ഞങ്ങളുടെ മിടുക്കും കൊണ്ടോ ഞങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടോ ഒന്നുമല്ല, ഞങ്ങളുടെ കൈമിടുക്കൊണ്ടോ ഒന്നും, ഞങ്ങളുടെ കയ്യിലിരുന്ന വാളും കൊണ്ടോ ഒന്നുമല്ല, ഞങ്ങൾ ഇതൊക്കെ നേടിയത് എന്തെന്ന് ദൈവത്തിന്റെ കൈ കൊണ്ട്, ഭുജബലം കൊണ്ടാണ്, ദൈവത്തിന്റെ മുഖപ്രകാശം കൊണ്ടാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ നേടുന്ന ഒന്നും നമ്മുടെ മിടുക്കോ നമ്മുടെ സാമർത്ഥ്യമോ നമ്മുടെ കൈമിടുക്കോ നമ്മുടെ ആരോഗ്യവും അല്ല. എല്ലാം സർവശക്തനായ ദൈവമാണ് നമുക്ക് തരുന്നതെന്ന് ഈ സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളും അതുപോലെ ഓർത്ത്, നമ്മൾക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഉണ്ടാവും. ഞാൻ കഷ്ടപ്പെട്ടതാണ്, ഞാൻ സമ്പാദിച്ചതാണ്, ഞാൻ ഇത് ചിലപ്പോ ഞാനല്ലേ ഇത്രയൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഓരോരുത്തർക്കും സമ്പാദിക്കുന്നവർക്കൊക്കെ തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെയൊക്കെ എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുന്ന കാലത്ത് നമ്മളും ചിന്തിക്കും, ഓ ഇതെന്റെ സാമർത്ഥ്യമാണ്, ഇതെന്റെ മിടുക്ക. അത് നമ്മൾ ഈ മനുഷ്യന്റെ ആ ഒരു എന്തെന്ന് വെച്ചാ മനുഷ്യന്റെ കുറവ്, അവൻ എന്നും കുറവുള്ളവനാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും കുറവുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കട്ടെ, ഇതൊന്നും ഈ ശരീരമോ ഈ ആരോഗ്യമോ ഈ ജോലിയോ ഇതൊന്നും നമ്മുടെ മിടുക്കല്ല. ദൈവം നമുക്ക് അവതാര്യമായി നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തന്നതാന്ന് നമ്മളത് എപ്പോഴും അത് ഓർക്കേണ്ടതാണ്. 4-ാം വാക്യം, ദൈവമേ നീ എൻ്റെ രാജാവാകുന്നു, യാക്കോവിന് രക്ഷ കൽപ്പിക്കണമേ. അവര് ഏറ്റു പറയാണ്, ദൈവമേ നീ ഞങ്ങളുടെ ദൈവമാണ് എന്നുള്ളത്. 5-ാം വാക്യം, നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. എന്താന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യണമെങ്കിലും അത് ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തും ചെയ്യാൻ പറ്റൂ. അത് എന്ത് ചെയ്താലും ദൈവനാമത്തിലായിരിക്കണം. ഒരുത്തനെ നമ്മൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും അത് ദൈവം നമ്മളോട് കൂടി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ നാമത്തിലെ എന്തും നമ്മൾ ദൈവ മക്കളായിരിക്കുന്ന നമ്മളൊരു ക്രിസ്ത്യനായിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരായ നമ്മൾ എന്ത് ചെയ്താലും അത് ക്രിസ്തുവിന്റെ നാമം മഹത്വത്തിനായിരിക്കണം. 6-ാം വാക്യം, ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. ആ വിഷയത്തിൽ കോരേകപുത്രന്മാർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ കൈമിടുക്കൊണ്ടോ ഞങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടോ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വില്ല് കൊണ്ടോ വാളുകൊണ്ടോ ഒന്നും ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുകയില്ല. അത് ദൈവത്തിന്റെ കൃപയാൽ അത്രയും അവർക്കത് ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും ഇത് വായിക്കുമ്പോൾ അതിന്റെ മർമ്മങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 7-ാം വാക്യം, നീ അത്രയും ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചുമാറാക്കി. എന്തെന്ന് വെച്ചാൽ ഇത് ഒരു സാക്ഷ്യം പറയുന്ന പോലെ അവര് പറയാണ്, ഞങ്ങളുടെ മിടുക്കല്ല, അതിലും വരുന്നത് അങ്ങനെ, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, കർത്താവെ നീയാണല്ലോ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്നെല്ലാം രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചവരിൽ നിന്ന് നീയാണല്ലോ അവരെ ലജ്ജിപ്പിച്ചത്. അപ്പൊ അവർക്കൊന്നും കഴിയുകയില്ല എന്ന് അവർക്കൊരു സുബോധം അവരിൽ ഉണർന്നതുപോലെ നമ്മളിലും ഓരോരുത്തരിലും ആ ഒരു സുബോധം ഉണരേണ്ടതാണ്. എന്തിരുന്നാലും അത് ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ളത്. 8-ാം വാക്യം, ദൈവത്തിൽ ഞങ്ങൾ സത്യം പ്രശംസിക്കുന്നു, നിത്യം പ്രശംസിക്കുന്നു, നിന്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു. എന്തെന്ന് വെച്ചാൽ ദൈവത്തിന്റെ നാമത്തിലേ ഉള്ളൂ പ്രശംസിക്കാനുള്ളത്. ആ നമ്മൾക്ക് വേണ്ടി സർവ്വതും ചെയ്തു തന്ന ദൈവത്തെ നമ്മൾ ഡെയിലി പ്രശംസിക്കണം. ഡെയിലി ആ ദൈവത്തിന് നിത്യം ഇടപെടാതെ നമ്മൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ആ കർത്താവിന് സ്തുതിയും സ്തോത്രവും അവര് പറയുന്നത് പോലെ നമ്മൾ ഇത് വായിച്ച് പഠിച്ചു വരുന്ന നമ്മുടെ പൂർവന്മാരൊക്കെ എന്തൊക്കെ ചെയ്തോ അതുപോലെ, നമ്മുടെ പൂർവന്മാരെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറയുമ്പോ എൻ്റെ മാതാവിനെ പിതാവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നേ. അന്ന് ആ ഇസ്രായേൽ മക്കൾ, ഇന്ന് നമ്മൾ നമ്മുടെ പൂർവന്മാരെന്ന് അവരെയാണ് വിശ്വസിക്കുന്നത്.
അപ്പൊ അവരൊക്കെ എങ്ങനെ ചെയ്തോ, ഇത് നമ്മൾ വായിക്കുമ്പോ അവര് ചെയ്ത കാര്യങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മളും നമ്മളെ രൂപാന്തരപ്പെടുത്തണമെന്നാണ് ഇതിൽ പറയുന്നത്. ബാക്കി 9 മുതലുള്ള വാക്യങ്ങൾ നാളെ വിവരിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ച സിസ്റ്ററെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ വിഷയത്തില് ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കട്ടെ. ഒരു അത്ഭുതമായി തീരട്ടെ. ഇനിയും വീണ്ടും വീണ്ടും അനേക സങ്കീർത്തനങ്ങൾ വായിച്ച് ദൈവമക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഒരു വലിയ മഹത്വം ആ ദൈവത്തിന്റെ ദാസിയുടെ മേൽ ഇറങ്ങട്ടെ. നമുക്ക് ഇനിയും ഹല്ലേലൂയ. ദേവദാസൻ കയറി എന്ന് തോന്നുന്നില്ല. ഗ്രേസി ആന്റി കയറിയോ? ഞാൻ പറയാം കയറുമ്പോ. പാസ്റ്റർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പല വിഷയങ്ങളുണ്ടല്ലോ. നമുക്ക് ഈ ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനേക വിഷയങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ദേശങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം, തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന 2 പേർക്ക് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തില് ഹല്ലേലൂയ മഴയാലൊക്കെ ഒത്തിരി ജനങ്ങൾ ഭാരപ്പെടുന്നു. കാറ്റും മഴയാലും കറണ്ടില്ലാതെ. അപ്പൊ നമുക്ക് ഓർക്കാമല്ലോ, ജോലിയൊന്നും കാണത്തില്ല, അവരൊക്കെ കഷ്ടപ്പെടുന്നു. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കോവിഡ് എന്ന മഹാമാരി വീണ്ടും വന്നിരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ദൈവമക്കളെ, അതിന്റെ ശക്തി കുറയ്ക്കും. നമ്മൾ അനേകര് കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച് അതിന്റെ ശക്തിയെ കുറച്ച ഹല്ലേലൂയ അത് ഇല്ലായ്മ ചെയ്ത് വീണ്ടും അത് വന്നിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് കൊണ്ടുവരുന്ന ഒരു പെനിന്നിയെന്ന് നമ്മൾ ഓർക്കുക. ഹല്ലേലൂയ. ആരെക്കെങ്കിലും ഇത്രയും വിഷയത്തെ ചൊല്ലി 2 പേർക്ക് പാസ്റ്റർ വരുന്നിടം വരെ പ്രാർത്ഥിക്കാം. ദൈവമാവ് പ്രേരിപ്പിക്കുന്ന സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആര് പ്രാർത്ഥിക്കണം? സ്തോത്രം 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 കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവേ, ഒരു പ്രാവശ്യം കൂടി എൻ്റെ പിതാവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ തക്കവണ്ണം പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ ഭാഗ്യ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, ദേവദാസികൾ കൂടി കേട്ട സകല വിഷയങ്ങളും എൻ്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേരളത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രകൃതിയെ നിയന്ത്രിക്കുന്നവൻ അങ്ങൊരുവൻ മാത്രമാണ് കർത്താവേ. ഈ പ്രകൃതി ദുരന്തത്തിൽ കർത്താവേ, അനേകായിരങ്ങൾ ദുഃഖത്തിലും കഷ്ടത്തിലും പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന കർത്താവേ, യേശുവേ നന്ദിയപ്പാ, നന്ദി പിതാവേ. ഹാലലുയ ഹാലലുയ. ദൈവമേ, അങ്ങയുടെ മക്കളുടെ കഷ്ടതയെ ഓർക്കണമേ അപ്പാ. ഞാൻ സ്വർഗത്തിൽ നിന്ന് സകല ഭൂസിമവാസികളെയും നോക്കി കാണുന്നു എന്ന് അവിടുത്തെ തിരുവചനം പറയുന്നത് പോലെ എൻ്റെ അപ്പായുടെ കൺമുൻപിൽ ഒന്നും മറവായി കിടക്കുന്നില്ല പിതാവേ. എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്ന കർത്താവേ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമേ, അങ്ങയുടെ സൃഷ്ടികളായ അങ്ങയുടെ മക്കളെ കർത്താവെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ ആരുമില്ല കർത്താവെ. അങ്ങല്ലാതെ മറ്റാശ്രയം മറ്റെവിടെയുമില്ലപ്പാ. ഞങ്ങൾക്ക് ആശിക്കാൻ, ആശ്രയിക്കാൻ, പ്രത്യാശ വയ്ക്കാൻ ഏക സത്യ ദൈവമായ എൻ്റെ പിതാവല്ലാതെ ആശ്രയം മറ്റെവിടെയുമില്ല കർത്താവെ. അവിടുന്ന് മനസ്സലിയണമേ, അങ്ങയുടെ മക്കളോട് കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ആരും പൂർണ്ണരല്ല കർത്താവെ. ഞങ്ങളുടെ കുറവശങ്ങൾ അവിടുന്ന് ഓർക്കല്ലേ അപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അതൊന്നും ഒരു തടസ്സമാകാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. 1-2 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ നിന്റെ മധ്യത്തിലുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഞങ്ങൾ ചുരുക്കം പേരായിരുന്നു കൊണ്ട് കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ യാചിക്കുമ്പോൾ കർത്താവേ, ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവേ, അത്യുന്നതത്തിൽ നിന്ന് ഞങ്ങൾക്ക് മറുപടി കണ്ട് സന്തോഷിക്കുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ കൂടി വരവൊന്നും ഇതൊരു പ്രദർശനമായി തീരല്ലേ അപ്പാ, ഒരു ചടങ്ങായി പോകല്ലേ കർത്താവേ, ഒരു ജോലി ചെയ്ത് തീർക്കുന്നവരായിട്ടല്ല കർത്താവേ. എൻ്റെ അപ്പായുടെ സന്നിധിയിൽ കർത്താവേ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ, പരാതികളൊക്കെ ബോധിപ്പിക്കാൻ സ്വർഗീയ രാജാവേ, ഞങ്ങൾക്കൊരപ്പൻ സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ യാചിക്കുന്ന ഏത് വിഷയത്തിനും ഞങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള സകലവും നിർവഹിക്കാൻ ശക്തനായവനിൽ ഞങ്ങൾ ഫരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ നന്ദിയപ്പാ, നന്ദി പിതാവേ. ഹാലലുയ 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 ഹാലലുയ. ദൈവമേ, പലവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുകയാണ്
അങ്ങയുടെ മക്കൾ കർത്താവെ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശക്തനായവനിൽ ഞങ്ങൾ പരമേൽപ്പിക്കുന്നപ്പാ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കേട്ടതൊന്നും കർത്താവെ ഈ വർഷം ഈ പ്രകൃതിക്ഷോഭത്തിൽ ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ സ്വർഗം ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. യേശുവേ നന്ദിയപ്പാ, നന്ദി പിതാവേ. ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, വിശപ്പിന് ഭക്ഷണമില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ, ബന്ധക്കാരും സ്വന്തക്കാരും കർത്താവെ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അനേകർക്ക് ദുഃഖത്തിലും കഷ്ടത്തിലും കൂടി കടന്നുപോയി കർത്താവെ. ഇനി അങ്ങനെ ഒരു ദുരന്തം അനുഭവിക്കാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ അറിഞ്ഞവർക്കും അറിയാത്തവർക്കും സൃഷ്ടിതാവ് അങ്ങൊരുവൻ മാത്രമാണ് കർത്താവെ. സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും രക്ഷിപ്പാൻ ദൈവമേ അങ്ങൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഐക്യപ്പെട്ടിട്ടില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ കരം കുറിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ചെവി മന്ദമായിട്ടുമില്ലപ്പാ. എൻ്റെ പിതാവിന് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ കൈകളുടെ വെടിപ്പ് കുറവെന്ന് ഞങ്ങൾ പൂർണ്ണമായി സമ്മതിച്ചുകൊണ്ട് അപ്പായുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ യേശുവേ നന്ദിയപ്പാ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹാലലുയാ ഹാലലുയ ഹാലലുയ. ദൈവമേ, അങ്ങയുടെ മക്കൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തലചായ്ക്കാൻ ഒരു ഭവനം ആവശ്യമെന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ടല്ലോ കർത്താവെ. സ്വന്തമായി ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളെ ദൈവം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഉപജീവന മാർഗത്തിന് കർത്താവെ, സ്വന്തമായി തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന അനേകർ കഷ്ടപ്പെടുന്ന കർത്താവെ, വലിയവനായ ദൈവം വഴിയും വാതിലും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കരയുന്ന കാക്ക കുഞ്ഞിനും തക്ക സമയത്ത് ഭക്ഷണം കൊടുത്ത് പോറ്റുന്ന ദൈവമാണ് നീ കർത്താവെ. കരീത്ത് തോട്ടിലും ചൂരച്ചെടിയുടെ ചേട്ടിലും കർത്താവെ കാക്കയാൽ ഭക്ഷണം കൊടുത്ത് ഏലിയാവിനെ പോറ്റിയ ദൈവം കർത്താവെ. ഞങ്ങളുടെ പിതാക്കന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളൊക്കെയും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കാൻ എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവേ നന്ദിയപ്പാ, നന്ദി പിതാവേ. ഹാലലുയ. ദൈവമേ, വഴിതെറ്റിയ തലമുറകളെ ഓർത്ത് കണ്ണുനീർ കയത്തിൽ മുങ്ങിത്താഴുന്ന അനേക മാതാപിതാക്കളുണ്ട് കർത്താവെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കർത്താവെ ലോകം നശിച്ചു കൊണ്ടിരിക്കുന്നപ്പാ. ഒരു കൊറോണ വൈറസ് മൂലം ലോകത്തെ നശിപ്പിച്ചതുപോലെ ഈ മദ്യവും മയക്കുമരുന്നും എല്ലാം കർത്താവെ ഓരോ കുടുംബങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയവനായ ദൈവം ദേശത്തെ നശിപ്പിച്ച്, ലോകത്തെ നശിപ്പിച്ച്, കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കർത്താവെ കോടീശ്വരനാകാൻ വേണ്ടി ചെയ്യുന്ന ഈ വ്യാപാരങ്ങളൊക്കെയും കർത്താവെ നിയമത്തിന്റെ മുന്നിൽ പിടിക്കപ്പെടുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ നീ വഴികാട്ടി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ യേശുവേ. നന്ദിയപ്പാ, നന്ദി പിതാവേ. ആശ്രയിക്കാൻ ആരുമില്ല, ആശിക്കാൻ ആരുമില്ല. ഒരേ ഒരു വഴി, ഒരേ ഒരിടം, അതെന്റെ പിതാവിന്റെ പാദപീഠം മാത്രമാണ് കർത്താവേ യേശുവേ. നന്ദിയപ്പാ, നന്ദി പിതാവേ. ഹാലലുയ 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 ഹാലലുയ. ദൈവമേ, ഈ കർമ്മേൽ ഗ്രൂപ്പിനെ ഞങ്ങൾ മൊത്തമായി സമർപ്പിച്ച ഓരോ ഭവനങ്ങളെയും എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന അപ്പാ യേശുവേ. നന്ദി നന്ദി പിതാവേ. ഹാലലുയ. ഈ കൂടിവരവ് വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നിന്റെ മക്കൾ ഓരോരുത്തരും നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അത്യുന്നതത്തിൽ നിന്ന് മറുപടി കണ്ട് സന്തോഷിക്കുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അങ്ങ് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്ന ദൈവമല്ലല്ലോ കർത്താവേ. അങ്ങ് ദീർഘക്ഷമയുള്ളവനും രാപകൽ നിലവിളിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുമെന്നും അവരുടെ കാര്യങ്ങളെ ശുഭമാക്കി കൊടുക്കുമെന്നും തിരുവചനം പറയുന്നുണ്ടല്ലോ കർത്താവേ. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലെ എൻ്റെ അപ്പായുടെ അത്ഭുതകരം ഇറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ യേശുവേ. ദുഷ്ടനായവന്റെ ആധിപത്യം ആരുടെ മേൽ വാഴുവാൻ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്ത് എൻ്റെ നസ്രേനായ യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ. കൈവിടപ്പെട്ടു പോകല്ലേ, നഷ്ടമായി പോകല്ലേ, തളർന്നു പോകല്ലേ, തകർന്നു പോകല്ലേ കർത്താവേ. കാൽ വഴുതുവാൻ ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. മനുഷ്യനെ ദൈവത്തെ ശങ്കയില്ലാത്ത ന്യായാധിപനെ വിധവയെ അസഹ്യപ്പെടുത്തിയപ്പോൾ അവൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്തെങ്കിൽ കർത്താവേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഞങ്ങളുടെ സൃഷ്ടാവാൻ ദൈവമേ, അങ്ങല്ലാതെ ആശ്രയം ഞങ്ങൾക്ക് മറ്റെവിടെയുമില്ല കർത്താവേ. അങ്ങ് ഞങ്ങളെ കൈവിടല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ് കർത്താവേ. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും
അധിപതിയായിരിക്കുന്ന എൻ്റെ ദൈവത്തോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവേശ്വരന്റെ കരങ്ങളിലേക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാത ഒരുക്കിയ ദൈവമാണ് നീ കർത്താവേ. യേശുവേ നന്ദി. എല്ലാ വാതിലുകളും കൊട്ടിയടയുമ്പോൾ പുതുവഴികളെ തുറക്കാൻ ശക്തനായവനിൽ ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അസ്ഥികൂമ്പാരങ്ങളെ സൈന്യമാക്കി ഉയർത്തുവാൻ എൻ്റെ അപ്പായിക്ക് കഴിഞ്ഞെങ്കിൽ കർത്താവേ യേശുവേ അങ്ങേക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ അപ്പാ? എൻ്റെ ഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? എൻ്റെ അപ്പ അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവേ. നിന്റെ തലയിൽ ഒരു രോമം നിലത്ത് വീണാൽ അതെന്റെ ദൈവം അറിഞ്ഞിട്ടല്ലാതെ സംഭവിക്കുന്നില്ലെന്ന് അറിയുന്നല്ലോ കർത്താവേ. യേശുവേ എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദോഷമായിട്ടൊന്നും എൻ്റെ നാഥൻ ആർക്കും ചെയ്യുകയില്ല കർത്താവേ. യേശുവേ നന്ദി. രോഗത്താൽ ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ടല്ലോ കർത്താവേ. ചികിത്സയ്ക്ക് പണമില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. ഈ ഭൂമിയിൽ തരുന്ന ആയുസ് കർത്താവേ, നിന്റെ മക്കൾ ഈ നരകയാതനെ അനുഭവിക്കാൻ ഇടവരാതെ വണ്ണം എൻ്റെ അപ്പാട് അടിപ്പിണരാൽ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അങ്ങയുടെ മക്കളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പായെ തക്കതായ തുണകളെ ഒരുക്കി ദൈവമേ. 2025 ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ അപ്പാ. അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ എല്ലാം തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസിയെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിന്റെ അഡ്മിനായിരിക്കുന്ന ഗ്രേസി സിസ്റ്ററെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്ന ദൈവദാസനെ ഞങ്ങൾ കരങ്ങളിൽ സമർപ്പിക്കുന്നു അപ്പാ. ഞങ്ങൾ ഇരുന്നത് പോലെ അല്ല കർത്താവെ, ഓരോ വചനങ്ങളിൽ കൂടി ആത്മസംതൃപ്തിയോടെ മടക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പാസ്റ്റർ കേറിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം ഹല്ലേലൂയ. അനുഗ്രഹിക്കട്ടെ. അഭിഷിക്തൻ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നമ്മുടെ അഭിഷിക്തനെ സ്വാഗതം ചെയ്യാം. ഇന്ന് ദൈവം ചെയ്യണം. വീഡിയോ മ്യൂട്ട് ചെയ്യാനുള്ളവരൊക്കെ മ്യൂട്ട് ഇട്ടേ സിജോ. വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ സിസ്റ്ററെ പ്രാർത്ഥിച്ച് ദേവദാസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം കർത്താവെ. ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തൃപ്പാദത്തിൽ ഇരിക്കുന്ന കർത്താവെ, പ്രിയ അഭിഷിക്തനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, തലമുറയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മധ്യത്ത് അനേക ദിവസങ്ങളിൽ വചനവുമായി വന്നിട്ടുണ്ടല്ലോ കർത്താവെ. എന്നാൽ ഇന്നൊരു വ്യത്യസ്ത അഭിഷേകത്തോടെ ഞങ്ങളുടെ മുന്നിൽ കർത്താവിന്റെ ദൈവ സാന്നിധ്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടുന്ന മന്ന നിറച്ചു തരണം കർത്താവെ. ഞങ്ങൾ തിന്ന് തൃപ്തരായി പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. ഞങ്ങൾ എണ്ണത്തിൽ കുറവെങ്കിലും കർത്താവ് ഏക മനസ്സോടെ ഏക സത്യ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം കർത്താവ്. പ്രിയ അഭിഷിക്തനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഒരു തടസ്സവും വരരുത് കർത്താവ്. ഓരോ ആലോചനകളും പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാപ്തരാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം. എളുമത്തത്തോടെ അങ്ങയുടെ പാദാന്തിക ഞങ്ങൾ ഇരിക്കുന്ന കർത്താവെ. വചനം കേൾപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. പ്രിയ അഭിഷിക്തനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് നമ്മുടെ അഭിഷിക്തനെ സ്വാഗതം ചെയ്യാം. ദൈവവചനവുമായി നമ്മുടെ മധ്യ ഉണ്ടല്ലോ. ഇന്ന് നമുക്ക് അനേകർക്ക് ഇതൊരു ആശ്വാസമായി തീരണം. ഹല്ലേലൂയ. ദൈവദാസൻ വചനം എടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭവനങ്ങളിൽ രോഗിയായിട്ടുള്ളവർക്കും വിടുതൽ പ്രാപിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് അനേക അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും സമർപ്പിച്ചു കൊടുത്ത് ഏക മനസ്സോടെ ഉറങ്ങുന്നവരായി തീരാനല്ല, വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീർന്ന് നമുക്കിരിക്കാം. ദൈവദാസനെ സ്നേഹപൂർവ്വം മിനിസ്ട്രിയുടെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരത്തെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായി കർത്താവിന്റെ സാക്ഷ്യവുമായി ദൈവവചനവുമായി
പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകൾ ദൈവജനത്തിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും ദൈവപ്രവൃത്തിക്കും കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വേദഭാഗത്തിലേക്ക് ഒരു ചുരുങ്ങിയ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ അധ്യായം 1-ാമത്തെ വാക്യം. പിതാവ് എന്നിലും എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. യോഹന്നാൻ 14:11 പാസ്റ്ററെ? യോഹന്നാൻ 14:1. എന്നാലൊന്ന്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതേ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നമ്മുടെ പേര് വിശ്വാസികൾ എന്നാണ്. നമ്മളൊക്കെ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ മാർഗത്തിലായിരിക്കുന്നത്. വിശ്വാസത്താലാണ് നമ്മൾ കർത്താവിന്റെ ഈ അനുഭവത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നത്. വിശ്വാസം എന്ന് പറയുന്ന ഏറ്റവും ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസം. കാരണം വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം മൂലമാണ് നമ്മൾ സ്നാനപ്പെട്ടത്. വിശ്വാസത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഒന്ന് എബ്രായ ലേഖനത്തിനകത്ത് പറയുന്നത് പോലെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അവിടെ തന്നെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എന്റെ അടുക്കൽ വരുന്നവൻ ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നമ്മൾ വിശ്വസിക്കണം. എന്നാൽ മാത്രമേ ആ ദൈവിക ഫെയ്ത്തിൽ, ആ വിശ്വാസത്തിൽ നമുക്ക് കാര്യമായി എന്തെങ്കിലും ഒന്ന് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനെല്ലാം വിശ്വാസമുള്ളവരാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും വിശ്വാസികളാണെന്ന് നമുക്ക് പറയാം. നിരീശ്വരയും വിശ്വാസിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. കാരണം മനുഷ്യന്റെ ക്രിയേഷൻ, മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് വിശ്വാസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വെച്ചിട്ടാണ്. അപ്പൻ അമ്മയെ വിശ്വസിക്കുന്നു, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വിശ്വസിക്കുന്നു, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ വിശ്വസിക്കുന്നു, നമ്മൾ ഗവൺമെന്റിനെ വിശ്വസിക്കുന്നു, നമ്മുടെ ആൾക്കാരെ വിശ്വസിക്കുന്നു, കൂടെയുള്ളവരെ വിശ്വസിക്കുന്നു. എല്ലാ വിധത്തിലും നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു. ഒരു മാസം നമ്മൾ ജോലി ചെയ്തിട്ട് ആ മാസാവസാനം ശമ്പളം തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെ? ഹല്ലേലൂയ. വിശ്വാസം, ആ സ്ഥാപനത്തെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് മാസാവസാനം ഞാൻ ഈ ചെയ്യുന്ന ദിവസങ്ങൾക്കുള്ള ശമ്പളം, പേയ്മെന്റ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും വിശ്വാസികളാണ്. എന്നാൽ ദൈവിക വിശ്വാസം എന്ന് പറയുന്നത് ഒരു പടിയും കൂടെ ഉയർന്ന ഒരു കാര്യമാണ്. ദൈവിക വിശ്വാസം എന്ന് പറയുന്നത് ഒരു പടിയും കൂടെ ഉയർന്ന കാര്യമാണ്. ആമൻ. ഇതിനെ രണ്ടായിട്ട് നമ്മൾ പറഞ്ഞാൽ, ഒന്ന് പ്രകൃതിപരമായിട്ടുള്ള വിശ്വാസം, രണ്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവദത്ത. ഈ ദൈവദത്തമായുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ദൈവം നമ്മളെ അതിലേക്ക് കൊണ്ടുവരികയാണ്. വിശ്വസിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ, ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്താലും നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു ഡിവൈൻ ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ വളരുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണ്. ആ ഫെയ്ത്ത്, ആ വിശ്വാസം നമ്മുടെ ഡേ ടു ഡേ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളും നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഓരോ വിഷയങ്ങളിലും നമ്മളത് പ്രവർത്തിക്കുമ്പോഴാണ് ആ വിശ്വാസം വർദ്ധിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നത്, കർത്താവ് തന്നെ പറഞ്ഞു, ചിലരെ നോക്കി നിങ്ങൾ അല്പവിശ്വാസികളാന്ന് പറഞ്ഞു, ചിലരെ നോക്കി പറഞ്ഞു ഒട്ടും വിശ്വാസമില്ലെന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം വലിയത്, അതിൽ ആശ്ചര്യപ്പെടുന്നതായിട്ട് കാണുന്നു.
അപ്പോൾ പലതരത്തിലുള്ള വിശ്വാസത്തിന്റെ ഗ്രേഡുകൾ കർത്താവ് തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യേശു പറയാണ്, എന്നിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. ആമേൻ. കർത്താവിൽ വിശ്വസിപ്പിൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അപ്പോൾ ഇവിടെ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവദത്തമായ വിശ്വാസമാണ്. നമ്മൾ ിലേക്ക് കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട കർത്താവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിച്ച ആ വിശ്വാസത്താൽ നമ്മൾ ആ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അന്നു മുതൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉള്ള ഒരു ആത്മീക, ഒരു സ്പിരിച്വൽ, ഒരു സൂപ്പർ നാച്ചുറൽ കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ആത്മീകരെന്ന് പറയുന്ന പ്രിയപ്പെട്ട വിശ്വാസികളിൽ പലരിലും യഥാർത്ഥത്തിൽ അവർ വിശ്വാസം ദൈവവിശ്വാസത്തിൽ അവർ നടക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യമല്ല, വചനം പറയുന്ന കാര്യം ഇതുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ദിനംതോറുമുള്ള ജീവിതത്തിൽ ദൈവത്തെ എത്രമാത്രം നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം, പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എത്രത്തോളം ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ജന്മനാ നമുക്കുള്ള പ്രകൃതിപരമായ ഒരു വിശ്വാസം, നമ്മൾ യേശുവിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവദത്തമായ വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരികയും ആ വിശ്വാസത്തെ ദൈവദത്തമായ വിശ്വാസം കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അതായത് പഴയ ആ വിശ്വാസത്താൽ അല്ല, മാനുഷിക വിശ്വാസത്താൽ അല്ല. ഹല്ലേലൂയ. കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി കരുതും, ദൈവം എന്നെ സഹായിക്കും. ഹല്ലേലൂയ. പല വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിൽ അവരാൽ കഴിയുന്നതെല്ലാം ചെയ്ത് പരാജയപ്പെടുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാറില്ല. എത്ര പേര് ദൈവത്തെ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ആരാധിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദിവസേനയുള്ള വിഷയങ്ങളിൽ എത്രത്തോളം നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം അല്ല ഈ രാത്രി നിങ്ങളൊന്ന് ശോധന ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ പോയി വീഴാൻ അത് നിങ്ങളെ അനുസരിക്കും. ഈ മരം കടലിൽ പോയി വീഴാൻ പറഞ്ഞ അത് നിങ്ങളെ അനുസരിക്കും. ഇതാണ് വിശ്വാസത്തിന്റെ പവർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിനൊരു പവർ ഉണ്ട്. ആ വിശ്വാസത്തിന്റെ പവറാണ് മോശ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ വെളിപ്പെട്ടത്. ആമേൻ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, മോശേ, നീ എന്നോട് എന്തിനാണ് കരയുന്നത്? നിന്റെ വടിയെടുത്ത ആ കരം കടലിന്റെ മീതെ നീട്ടുക. ഹല്ലേലൂയ. ദൈവത്തെ നന്നായിട്ട് അറിയാവുന്ന, ദൈവശബ്ദം അറിയാവുന്ന, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഫറവോന്റെ കൊട്ടാരത്തിലും അവന്റെ രാജ്യത്തിലും ചെയ്തത് അറിയാവുന്ന ഉറച്ച വിശ്വാസമുള്ള മോശയ്ക്ക് അറിയാം ഈ ദൈവം പറഞ്ഞത് കൃത്യമായി നടക്കും. ഹല്ലേലൂയ, ആ കരം കടലിന്റെ മീതെ നീട്ടിയപ്പോൾ കടൽ രണ്ടായി. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആമേൻ, ഇതാണ് വിശ്വാസത്തിന്റെ ശക്തി. മാനുഷിക വിശ്വാസത്തിന് പരിമിതികളുണ്ട്. അത് കഴിവുകളോടുള്ള ബന്ധത്തിലാണ്. അതായത് നിങ്ങൾ ഒരാളെ സാമ്പത്തിക വിഷയത്തിൽ ആശ്രയിച്ചാൽ ആ വ്യക്തിയുടെ കയ്യിലുള്ള ആ കാശിന്റെ ആ പരിധിക്കകത്ത് മാത്രമേ നിങ്ങളുടെ വിശ്വാസത്തിൽ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന കാര്യത്തിന് ഒരു നീക്കുപോക്കുണ്ടാകത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ രോഗസംബന്ധമായ വിഷയത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയോ ആ ഡോക്ടറോ, അദ്ദേഹത്തിന് ഒരു കഴിവുണ്ട്. ആ ആശുപത്രിക്ക് ഒരു കഴിവുണ്ട്. അതിനൊരു ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അകത്തുമേ നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം, ഒരു മാറ്റം നടക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വിശ്വാസത്തിന്റെ പ്രത്യേകത വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവം
വലിപ്പം ഇമ്മെഷറബിൾ പവർ ആണ്. ഹല്ലേലൂയ. ഉലകം കൊണ്ട് അളന്നു തീർക്കാൻ കഴിയാത്ത ഹല്ലേലൂയ അദൃശ്യമായ ദൈവത്തിന് അപരിമിതമായ ശക്തിയാണ്. ഞാനും നിങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും കൂടിയ മെഷർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആകാശം കൊണ്ടോ ഭൂമി കൊണ്ടോ യൂണിവേഴ്സ് കൊണ്ടോ ഒന്നും അളക്കാൻ കഴിയാത്ത അളവില്ലാത്ത ശക്തിയാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തന എന്ന് പറയുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ ടെക്നോളജിയിലും ഒക്കെ വിശ്വസിക്കുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിനൊരു റൂഫ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾ അതിന്റെ മുമ്പിൽ വരാൽ നിങ്ങൾക്ക് അത് ലഭിക്കത്തില്ല. അതിനപ്പുറമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കത്തില്ല. കാരണം അത് ലിമിറ്റഡ് ആണ്. ഭൂമിയിലുള്ള എല്ലാ വിശ്വാസത്തിന്റെ അളവുകളും ലിമിറ്റാണ്. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം, എന്നിൽ വിശ്വസിപ്പൻ, ഹല്ലേലൂയ, എന്റെ പിതാവിന്റെ ഹല്ലേലൂയ സന്നിധി അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ലോകത്തിലുള്ള ചിന്ത കൊണ്ടോ ലോകത്തിലുള്ള അറിവ് കൊണ്ടോ ലോകത്തിലുള്ള കാൽക്കുലേഷൻ കൊണ്ടോ പിതാവിന്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിപ്പൻ, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീടുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിൽ നിങ്ങൾക്ക് വീടില്ലെങ്കിലും, ഭൂമിയിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീടുണ്ട്. കൂടാരമായ ഭൗമ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം ഉയരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. എന്നിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഈ കൂടാരമായ ഭവനം, ഈ ഭൂമിയിലുള്ള വീട് പോയാലും, വീട് നഷ്ടപ്പെട്ടാലും, വീട് ജപ്തിയായി പോയാലും, അല്ല ഈ ശരീരം തന്നെ ദ്രവിച്ചു പോയാലും, ഈ ശരീരം തന്നെ ക്ഷീണിച്ചു പോയാലും, ഉയരത്തിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ, കൈപ്പണി അല്ലാത്ത ഒരു ഉയരത്തിലെ വീട് സ്വർഗത്തിലെ ദൈവം എനിക്കും നിനക്കും വേണ്ടി അവൻ വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ലബാശാന്തര പ്രവിശന സഗാദന വിശ്വാസം ഒരു കടുകുമണിയാണെങ്കിൽ ആ പറയുന്ന ഈ കടുകുമണി എടുത്ത് വയലിൽ കിടന്ന് കടുകുമണി കിളിച്ചു. നമുക്ക് കടുകുമണി വളർന്നു കഴിഞ്ഞാൽ എത്രത്തോളം വരുമെന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് പറയുന്നത് അത് വളർന്ന് അതൊരു വലിയ മരമായി മാറി. ഹല്ലേലൂയ. വലിയൊരു മരമായി മാറി. ഹല്ലേലൂയ. വിശ്വാസത്തെ കുറിച്ച് പറയാണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ കടുകുമണി നിങ്ങൾ ആ വയലിൽ ഇട്ട് കഴിഞ്ഞാൽ, ആ വിശ്വാസത്തിന്റെ കടുകുമണി വയലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വളരും. ഹല്ലേലൂയ. അതിന് എന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കടുകുമണി എടുത്ത് വയലിലിട്ടാൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കടുകുമണി വയലിലിട്ട അതിന് വളവും വെള്ളവും കൊടുത്താൽ അത് വളരും. അത് വളർന്ന് ഒരു വലിയ വൃക്ഷമായി മാറും. അനേക പക്ഷികൾ അതിന്റെ മുകളിൽ വന്നിരുന്ന് അഭയം പ്രാപിക്കും. അതിന്റെ അർത്ഥം ഇതാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വിശ്വാസത്തിന്റെ ഒരു സീഡ് നമ്മുടെ അകത്തിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് നാച്ചുറൽ ഫെയ്ത്ത് അല്ല, ഭൗമികമായ വിശ്വാസമല്ല. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവദത്തമായ വിശ്വാസം. ഹല്ലേലൂയ. അതിപരിശുദ്ധ വിശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട്. അതിപരിശുദ്ധ വിശ്വാസം. അപ്പൊ ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുമ്പോൾ അതിനെ വളർത്തേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്. എങ്ങനെയാണ് അതിനെ വളർത്താൻ പറ്റുന്നത്? ഏത് വിഷയത്തിലും ദൈവത്തിൽ വിശ്വസിക്കുക. ചെറിയ വിഷയത്തിലും വലിയ വിഷയത്തിലും ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിഷയം വരുമ്പോൾ ചെറുതാകട്ടെ വലുതാകട്ടെ
വേണ്ടി അവൻ ലോകത്തിലുള്ള ഒരു സൊല്യൂഷനിലേക്ക് പെട്ടെന്ന് നമ്മുടെ ചിന്ത തിരിഞ്ഞു പോകാതെ, പെട്ടെന്ന് നമ്മുടെ ചിന്ത തിരിഞ്ഞു പോകാതെ ആദ്യം കർത്താവ് എനിക്ക് വേണ്ടി കരുതും, കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള അടിയുറച്ച വിശ്വാസം അത് വളരണം. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കാര്യമാകട്ടെ, ഒരുപക്ഷെ 100 രൂപയുടെ ആവശ്യമാണെങ്കിൽ പോലും കടം ചോദിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. ഹല്ലേലൂയ. കർത്താവിനെ പോറ്റും, കർത്താവിനെ ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം മുഖത്ത് എന്നെ പോറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം, ആ ഉറച്ച വിശ്വാസത്തെ നിൽക്കുമ്പോൾ അതാ ദൈവം ഒരു കരം അവിടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി അവിടെ തുറക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഉറച്ചു. അന്ന് തന്നെ അടുത്ത വിഷയത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ ആ വിശ്വാസം വളർന്ന് ദിവസം തോറും ചെറുതും വലുതുമായ വിഷയത്തിൽ നിങ്ങളുടെ വിശ്വാസം വളരണം. ഹല്ലേലൂയ. ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ദർഭത്തിൽ ഞാൻ വാഹനം എന്റെ കരുത്തിൽ ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിന് പെട്രോൾ തീർന്നു. എന്റെ കയ്യിൽ ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള അല്പം ഞെരുക്കമുണ്ടായിരുന്നു. എന്നാൽ പെട്രോൾ അടിക്കാൻ കാശില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ പെട്രോൾ അടിക്കാൻ എനിക്ക് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ കഴിയും. പക്ഷേ ഞാൻ മനുഷ്യനോട് ചോദിക്കുന്നില്ല, നിന്റെ മുഖത്തേക്ക് നോക്കുക. പക്ഷേ അന്ന് തന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് അടുത്ത മണിക്കൂറുകളിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതായിട്ടുണ്ട്, നിർബന്ധമായിട്ട് പോകേണ്ടതായിട്ടുണ്ട്, ചെയ്യാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് 10 പേര് പൈസ തരാനുണ്ട്, പക്ഷേ ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കുക, എനിക്ക് നീ തരണം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ചില മിനിറ്റുകൾ കഴിഞ്ഞു, അല്പം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ എടുത്തില്ല, അതിനകത്ത് എനിക്കൊരു കോള് വരികയാണ്. എന്നോട് പറയുകയാണ്, ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ആ വ്യക്തി വളരെ ദൂരെയാണ്. ആ എനിക്ക് പെട്രോളുള്ള കാശ് ഞാനായിരുന്ന സ്ഥലത്ത് എനിക്ക് കൊണ്ടു തന്നു. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ ഭാഗ്യവാൻ. ഈ ദിവസങ്ങളിൽ ദൈവം വലിയവനാണ്. നിങ്ങൾക്കും കണ്ട. പക്ഷേ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന ആ വഴികൾ അതനുസരിച്ച് മൂവ് ചെയ്യാൻ, മറിച്ച് ചെറിയ കാര്യത്തിൽ പോലും എന്റെ യേശു എനിക്ക് മതിയായവനാണ്, എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച അവനിൽ ആശ്രയിക്കാൻ തയ്യാറെങ്കിൽ അത്ഭുതകരമായ വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം അപ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസം വളർന്നു കഴിഞ്ഞു. അന്ന് ഒരു കടുകുമണിയായിരുന്ന വിശ്വാസം ഇന്ന് അത് വളർന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ വിശ്വാസത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഇതാ ഒരു മല പോലൊരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ എന്റെ വിഷയത്തിനൊരു മറുപടി കിട്ടിയേ പറ്റത്തുള്ളൂ, നാളെ രാവിലെ എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടായേ പറ്റുള്ളെന്നുള്ള മല പോലുള്ള ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ഈ വിധത്തിൽ വിശ്വാസത്തിൽ വളർന്ന, വിശ്വാസത്തിൽ ജീവിക്കുന്ന, ഏത് കാര്യത്തിലും, ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും സർവശക്തനെ ആശ്രയിക്കുന്ന സഹോദരൻ, നീ ഭയപ്പെടുവാൻ, നീ ഭാരപ്പെടുവാൻ, നീ പതറുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 100 രൂപയാണെങ്കിലും ദൈവത്തിന് ഒരുപോലെയാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ 100 രൂപയ്ക്ക് ദൈവം നിനക്ക് മതിയായവനായിരുന്നെങ്കിൽ 1 കോടിക്കും ദൈവം നിനക്ക് മതിയായവനാണ്. 100 രൂപയിൽ നിന്ന് 1 കോടിയിലേക്ക് ചോദിക്കത്തക്ക വിധത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ വളർച്ച ഒരു
വളർച്ച എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൽ ദിനം വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നവരായി തീരുക. ദിനം പ്രതി വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നവരായി തീരുക. ഏതൊരു വിഷയത്തിലും ദൈവത്തിലുള്ള വിശ്വാസം അപ്ലൈ ചെയ്യുന്നവരായി തീരുക. ഞാൻ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ, ഫോഴ്സ് ടു ബിലീവ്, ചൂസ് ടു ബിലീവ്. അതായത് നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ ഇരിക്കുകയാണ്. രണ്ട് കാര്യം, അതായത് നിങ്ങളുടെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മാനുഷികമായി ചിലരെ ആശ്രയിക്കുകയോ ചില കാര്യങ്ങൾ ചെയ്താൽ അതിനൊരു ക്രമീകരണം ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ വഴി, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതാണ് രണ്ടാമത്തെ വഴി. ഒന്നാമത്തെ വഴി വളരെ എളുപ്പമാണ്. ഒരു പക്ഷെ നിങ്ങളുടെ രോഗത്തോടുള്ള ബന്ധത്തിലോ സാമ്പത്തിക വിഷയത്തോടുള്ള ബന്ധത്തിലോ എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾ ചിലരോട് ചോദിച്ചാൽ ആ കാര്യം നടക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ രണ്ടാമതൊരു വഴി, നിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വഴി. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാര്യം. അവിടെയാണ് ചൂസ് ടു ബിലീവ്. രണ്ട് കാര്യം മുമ്പിലിരിക്കുമ്പോൾ വിശ്വസിക്കുവാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. നമ്മളത് പർപ്പസ്ലി തെരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ദൈവത്തിൽ വിശ്വസിക്കാൻ തെരഞ്ഞെടുക്കുമ്പോൾ രണ്ടാമത്, ഹല്ലേലൂയ, നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യണം, നമ്മളെ തന്നെ അതിലേക്ക് തള്ളിവിടണം. യെസ്, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മരിച്ചാലും ജീവിച്ചാലും ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഹല്ലേലൂയ വിഷയത്തിൽ നിങ്ങൾ ചൂസ് ടു ബിലീവ് ആൻഡ് ഫോഴ്സ് ടു ബിലീവ്. തിരഞ്ഞെടുക്കുക. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഹല്ലേലൂയ, ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ കരം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രൂവ് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. കർത്താവ് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് ചുമ്മാ എന്തെങ്കിലും ഒരു കാര്യമല്ല പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ ഡിവൈൻ ഫെയ്ത്തിൽ, ആ വിശ്വാസത്തിൽ ഈ ദിവസങ്ങളിൽ ചലിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിൽ വിശ്വസിപ്പിൻ. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക, അതിലേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ തള്ളുക. യെസ്, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശതാധിപൻ വന്നിട്ട് കർത്താവിന്റെ അടുക്കൽ പറയുന്ന കാര്യമുണ്ട്. കർത്താവേ, ഹല്ലേലൂയ, എന്റെ ദാസൻ രോഗിയായി കിടക്കുകയാണ്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഹല്ലേലൂയ, ആ മനുഷ്യന് വേണമെങ്കിൽ ആ രോഗത്തോടുള്ള ബന്ധത്തിൽ ഭൗമികമായ ലോകപരമായ പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും അതിനുള്ള പിടിപാടുകളും ഉണ്ട്. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അതെല്ലാം മാറ്റിവെച്ചിട്ട് അവൻ വന്നിട്ട് പറയും, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ കുഞ്ഞിന് സൗഖ്യം വരും. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ. മറ്റൊരിടത്ത് കാണുന്നത് യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ, കർത്താവേ, എന്റെ കുഞ്ഞുമോൾ രോഗിയായി കിടക്കുകയാണ്, നീ വന്ന് കൈവച്ചാൽ അതിനുവേണ്ടി അവൻ ഹല്ലേലൂയ യായിറോസ് യേശുവിനെ കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ ദീർഘനാളുകൾ ഉപവസിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപവസിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നന്നായി പ്രസംഗിക്കുന്ന വ്യക്തിയായിരിക്കാം, നന്നായി ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ദൈവദത്തമായ ചില അത്ഭുതങ്ങൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തുടങ്ങുക. എല്ലാ ദിവസവും വിശ്വസിക്കുക. ഏത് വിഷയത്തിലും വിശ്വസിക്കുക. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിവുള്ള വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് പണമുള്ള വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ഇന്റലക്ച്വൽ ബുദ്ധിയുള്ള വ്യക്തിയായിരിക്കാം. സ്റ്റിൽ നിങ്ങൾക്ക് ബുദ്ധിയുള്ളപ്പോൾ തന്നെ, കർത്താവേ, എന്റെ ബുദ്ധിയല്ല, നീ എനിക്ക് ബുദ്ധി, എന്റെ കഴിവല്ല, നീ എനിക്ക് കഴിവ് തരണം. എന്റെ പണമല്ല കർത്താവേ, ഇതൊന്നും
ആമേൻ, ഞാൻ നിൽക്കുന്നതും ഞാൻ വന്നതും ഞാൻ ജീവിക്കുന്നതും നിന്റെ കൃപയാണ്. ഐ ട്രസ്റ്റ് ഇൻ യു ലോർഡ്. കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യവും ഉറച്ച ആ ബോധ്യത്തിൽ ആമേൻ ഹല്ലേലൂയ ശക്തിയിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ മിറക്കിളുകൾ നടക്കുന്നത്. ഹല്ലേലൂയ. പകൽക്കാലം എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ സ്റ്റെപ്പിലേക്ക് കയറുവാൻ താല്പര്യമുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് രണ്ട് പക്ഷമല്ല, ഒറ്റ യേശു സൗഖ്യദായകനാണ്. യേശു സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. ഇരുമനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു. ഹല്ലേലൂയ. ഇരുമനസ്സുള്ളവൻ തന്റെ എല്ലാ വഴികളിലും അസ്ഥിരനാണ്. ഒരുപക്ഷെ നമുക്ക് നന്നായി സ്തോത്രം പറയാം, ഒരുപക്ഷെ നന്നായി സ്തുതിക്കാം, ഒരുപക്ഷെ നന്നായിട്ട് ആരാധിക്കാം, നല്ല പാട്ടുകൾ പാടാം, നല്ല പ്രസംഗങ്ങൾ പ്രസംഗിക്കാം. പക്ഷേ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇരുമനസ്സുള്ള വ്യക്തിയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുമേ ലഭിക്കത്തില്ല. ഹല്ലേലൂയ. വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ദൈവീയ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആത്മാവിന്റെ അടുത്തൊരു ആത്മമണ്ഡലത്തിലേക്ക് എത്ര പേർക്ക് കയറുവാൻ കഴിയും? ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ നടക്കുക, വിശ്വാസത്തോടുകൂടെ ജീവിക്കുക. ഇന്ന് രാത്രി നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ, യെസ് കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് വേണ്ടി നീ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ലോകത്തിലല്ല ആശ്രയിക്കുന്നത്, നിന്നിലാണ് ആശ്രയിക്കുന്നത്. ഒരു വേള നിങ്ങൾ വിശ്വസിച്ച് എന്തെങ്കിലും നടക്കാതെ വന്നാൽ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം വിശ്വസിച്ചിട്ടൊരു കാര്യവുമില്ല, ഇന്നലെ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി ഒന്നും നടന്നില്ലല്ലോ, ചില ദിവസങ്ങളായി ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ചോദിക്കുന്നു, പക്ഷെ ഇതുവരെ അതിനകത്ത് ഒന്നും നടന്നില്ല. ഞാൻ പറയട്ടെ, ഇല്ല. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിന്റെ കരമുണ്ട്. വിശ്വസിക്കുന്നവർ ആത്മാവിലൊന്ന് സ്തുതിച്ചാട്ടെ. അവൻ ഒരു നാൾ നിങ്ങളെ കൈവിടത്തില്ല, അവൻ ഒരു നാൾ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ കരം, ആ അത്ഭുതത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആത്മശക്തിയോട് ചലിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വിശ്വാസത്തെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താട്ടെ, ഒന്ന് ആക്റ്റീവ് ചെയ്താട്ടെ. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കാം. ഈ ദിവസങ്ങളിൽ ചില അസാധാരണമായ പ്രവൃത്തികളും ചില അസാധാരണമായ മഹത്വങ്ങളും വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കാൻ എത്ര പേര്? ചിലരുടെ വിശ്വാസത്തിന് ടെസ്റ്റ് ഉണ്ട്. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ ദൈവം ഒരു കാലഘട്ടം അനുവദിച്ചു. അതിനുശേഷം അവനോട് പറഞ്ഞതിനെ ദൈവം അവന് കൊടുത്തു. ഹല്ലേലൂയ. ദൈവം അവന് കൊടുത്തു. നിന്നോട് പറയുന്നതിന് ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളെ മാറ്റിക്കള, ലോകത്തിലുള്ള എല്ലാ നെഗറ്റീവ് വാക്കുകളെ മാറ്റിക്കളയാ, ദുർവർത്തമാനങ്ങളെ മാറ്റിക്കള. ദൈവത്തിന്റെ വചനം പറയുന്നത് 2-ാം വർഷം ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി നടന്ന കനാന്റെ അതിരിങ്കലെത്തി. ഹല്ലേലൂയ. മോശയുടെ കൽപ്പന പ്രകാരം 12 പേർ കടന്നുപോയി. അതിനകത്ത് 10 പേർ കടന്നു വന്ന് ദുർവർത്തമാനം പറഞ്ഞു. 2 പേര് മാത്രമാണ് ഈ ദേശം നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് 10 പറഞ്ഞത് ഫാക്റ്റ് ആണ്. എന്നാൽ ഹല്ലേലൂയ 2 പേരാണ് സത്യം പറഞ്ഞത്. ഹല്ലേലൂയ. അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും ഞാനാകുന്നവൻ എന്ന് പറഞ്ഞ, ഇന്നലകളിൽ ഞാനായിരുന്നവൻ, ഇന്നുകളിൽ നാളുകളിൽ ഞാൻ ആയിരിക്കുന്നവൻ, ഞാൻ ദൈവം പറഞ്ഞ വാക്ക് അതാണ് ട്രൂത്ത്, അതാണ് സത്യം. ഹല്ലേലൂയ. എന്നാൽ 2 പേർ അതിൽ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. അവർ 2 പേര് കനാൻ ദേശത്ത് കയറി. എന്നാൽ 10 പേര് അവിശ്വാസത്താൽ സംശയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയുള്ള കരത്തെ ചവിട്ടിക്കളഞ്ഞത് കൊണ്ട് വചനം പറയുന്നു, 10 പേര് ഉൾപ്പെട്ട് നിന്ന വലിയ സമൂഹം
പട്ടുപോയി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ പട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസത്തിൽ നിന്ന് അവൻ പുറകോട്ട് പോകുമ്പോൾ അവൻ ലോകത്തിൽ പട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവൻ ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തവൻ അവൻ വിശ്വസ്തനെന്ന് അടിയുറച്ച് വിശ്വസിച്ച അവൻ എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് ഉറച്ച് വിശ്വസിച്ച ഈ ദിവസങ്ങളിൽ ചലിക്കാൻ തയ്യാറായ ദൈവമൈതലേ, പറയട്ടെ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ നിന്നെ തകർക്കത്തില്ല. ഒരു ഇരുട്ടിനും തുറക്കാമൻ അവൻ തടയാൻ കഴിയാത്ത വിധത്തിൽ ഇരുമ്പോടാമ്പലുകൾക്കോ താമര കഥകൾക്കോ ഇരുട്ടിന്റെ ശക്തികൾക്കോ നിന്റെ നന്മയെ തടയാൻ കഴിയാതെ വണ്ണം ഒരു അസാധാരണമായ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരു വലിയ ശക്തി ഇതിനകത്ത് ചലിക്കുകയാണ്. Adana Pramana, Regamaga Denaga Duratela Vaite, Regamantana Varante, Regadana Vaita, Racha Tele, Idu the Kelkumbol Tane, a Shadirangal release Aguiana, Ketigal Potimarugiana, Eshavanadamatel, Idudil Tane, E Messager, Ranko Sadetia, E Watson and the Kadigal Kelkumbo, Asadharamaya, Telatma Pagartude, Chalanangal, Eshavanadamatel, Idragata Chali. നടക്കുന്നു. യേശുവിന്റെ ഓ ശഗേജാനബാല അർദ്ധന വരവന ഹദുര വരവന അംദേ റിയാദ റബാശന തേലെ. വിശ്വസിക്കുന്നവർ ചേർന്ന് അതലവന രഗതല ഗൗഡ വരക്ഷബാലഗസ്യ. ആമൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസം. എല്ലാ വിഷയത്തിലും വിശ്വാസം ഉൾപ്പെടുത്തുക. ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്കിൽ ഒത്തിരി കാശ് കാണും, ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. എന്നാലും വിശ്വസിക്കുക, എന്നാലും ദൈവത്തിൽ വിശ്വസിക്കുക. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അമ്മൻ. കർത്താവിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിപ്പൻ. ഹല്ലേലൂയ. എന്റെ പിതാവിൽ വിശ്വസിപ്പൻ, ദൈവത്തിൽ വിശ്വസിപ്പൻ, എന്നിൽ വിശ്വസിപ്പൻ. കർത്താവ് അതാ പറയുന്നത്, എന്നിൽ വിശ്വസിപ്പൻ, ദൈവത്തിൽ വിശ്വസിപ്പൻ. നിങ്ങളുടെ കഴിവിൽ ആശ്രയിക്കരുത്. ആമൻ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, എന്നാൽ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. പറയുന്നത് മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാ. പുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാ. ഹല്ലേലൂയ. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വൈകിയ സമയത്ത് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ആമേൻ. കർത്താവേ, ദൈവത്തിന്റെ ആത്മാവ് തന്ന ദൈവ വചനത്തിനായി സ്തോത്രം. ഈ വചനം ആമേൻ ഇന്ന് കയറിയിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ജനത്തിന്റെ മേൽ, ആമേൻ ഈ 24 പേരുടെ മേൽ അസാധാരണ വിധത്തിൽ ആമേൻ ചില ഹല്ലേലൂയ അധികാരത്തിന്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ചില കെട്ടുകളെ ആമേൻ ചില ചെയിനുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. അവൻ പൊട്ടിമാറട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ചില സൗഖ്യങ്ങൾ ആ ശരീരങ്ങളിൽ നടക്കട്ടെ, ചില സൗഖ്യങ്ങൾ ഇപ്പോൾ ആ ശരീരം നടക്കട്ടെ, ശരീരങ്ങളിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വവും ബഹുമാനവും ആരാധനയും പുകഴ്ചയും സ്തുതി അങ്ങേക്ക് തരുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അവൻ വിശ്വാസമുള്ളവരായിരിക്കുക. എല്ലാവരും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞ അഭിഷിക്തനോടുള്ള നന്ദി കുടുംബത്തോടും ശുശ്രൂഷയോടും അറിയിക്കുന്നു. എത്ര പേര് അത് ഏറ്റെടുത്തു എന്ന് ഞാൻ ഓർക്കുന്നു. വിശ്വാസമാണ് നമ്മുടെ എല്ലാം. ഞങ്ങളൊരു അത്ഭുത സാക്ഷ്യമാണ്. പ്രിയ അഭിഷിക്തൻ പറഞ്ഞത് ഞങ്ങളോടാ സംസാരിച്ച. പ്രിയ ബ്ലെസ്സി നമ്മുടെ കൂടെ ഉണ്ട്.
ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെ ഈ സൂം മീറ്റിങ്ങിൽ ഇരിക്കുമ്പം ദൈവ അഭിഷിക്തൻ പറയുമ്പോൾ നമ്മളെല്ലാം ഉറങ്ങിയിരിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു. ഞാനായാലും അങ്ങനെ തന്നെയാ, ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ട് പ്രിയ ബ്ലെസ്സിയും ഞാൻ ഇന്ന് ഈ സന്നിധിയിൽ ഇരിക്കുന്നത്. ബ്ലെസ്സി 3 വിഷയത്തിന്റെ മേൽ നാളെ രാവിലെ അവൾക്ക് അതിന് പരിഹാരം വേണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഇന്ന് ഇതിനകത്ത് കയറിയത്. പാസ്റ്റർ ആ 3 വിഷയവും പറഞ്ഞു. പക്ഷെ അവൾ ഒത്തിരി ഭാരപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, മനുഷ്യരിൽ ആശ്രയം വെക്കരുത്. ഏലിയാവിനെ പോറ്റിയ കാക്ക നിന്നെയും പോറ്റും. ഈ വചനങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ. അവൾ ഇന്ന് സാക്ഷിയാണ്. ഞാൻ വിശ്വസിക്കുന്നു നാളെ പകൽക്കാലത്ത് അവളുടെ ഈ 3 വിഷയത്തിലും അവൾ ജയം നേടും. കാരണം അഭിഷിക്തൻ അറിഞ്ഞില്ല, ഞങ്ങൾ രണ്ടും മാത്രമേ സംസാരിച്ചുള്ളൂ. പക്ഷെ അറിഞ്ഞ ഒരാൾ ഉന്നതിയിൽ വസിക്കുന്നുണ്ട്, നമ്മുടെ യേശുപ്പ അറിഞ്ഞത് കൊണ്ടാണ് പ്രിയ അഭിഷിക്തന്റെ നാവിൽ അതിന് മറുപടി കൊടുത്തത്. ദൈവമക്കളെ, നമ്മൾ ചുരുക്കം ആൾക്കാരെങ്കിലും നമ്മൾ ശ്രദ്ധയോടെ ഇരുന്ന് ആ വചനം ഏറ്റെടുത്താൽ അത് നമ്മളോട് ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രിയ അഭിഷിക്തനോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും ശക്തമായി തന്നെ ഈ സൂം മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മീറ്റിംഗിന്റെ പേരിലും ഞങ്ങളുടെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ പേരിലും ഹല്ലേലൂയ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ചു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അവരെ എല്ലാവരും ദൈവദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നു. വീണ്ടും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർത്ത് കടന്നു വരണമേ എന്ന് നാമത്തിൽ അറിയിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ.